ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൺഅക്കാദമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത് ജോസഫ്. ഞാൻ MSc ഫിസിക്സ് ഫ്രം കുസാറ്റ് ആണ്. സിവിൽ സർവീസസ് എക്സാമിന് വേണ്ടി കഴിഞ്ഞ 2-3 വർഷങ്ങളായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ PSC എക്സാമിന് വേണ്ടി വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൻ്റെ. ഇനി അൺഅക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് അൺഅക്കാദമിയിൽ നിന്ന് കിട്ടുന്നത്? അൺഅക്കാദമിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, സ്ട്രക്ചേർഡ് കോഴ്സസ് ആണ്, അൺലിമിറ്റഡ് ആക്സസ് ഉണ്ട്. അതുപോലെ അതായത് സിംഗിൾ സബ്സ്ക്രിപ്ഷൻ വഴി അൺഅക്കാദമി ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാമിൽ നൽകുന്ന എല്ലാ കോഴ്സുകളിലേക്കുമുള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ലൈവ് ആയിട്ടുള്ള ടെസ്റ്റുകളും ക്യൂസുകളും അൺഅക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള PSC എഡ്യൂക്കേറ്റേഴ്സ് ആണ്. പിന്നെ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ബാച്ചാണ് LDCക്ക് വേണ്ടിയുള്ള LDCയുടെ പ്രിലിമിനറി ബാച്ച് നവംബർ 11 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ആസ്പിറൻസ് ഉള്ള ഒരു എക്സാമാണ് LDC പ്രിലിമിനറി. അക്കാദമിയുടെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റേഴ്സുമായി ഇന്ററാക്ട് ചെയ്യാം, ആൻസറിങ് ലൈവ് കോൾസ് ഉണ്ട്, പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും അനാലിസിസും അവൈലബിൾ ആണ്. PDF ആയിട്ട് നിങ്ങൾക്ക് ലേണിംഗ് മെറ്റീരിയൽസ് തരും. പിന്നെ ലൈവ് ആയിട്ടുള്ള ടെസ്റ്റുകളും ക്യൂസുകളും ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിന് സബ്സ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു മാസത്തേക്ക് കോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1700 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ലാഭം ഒരു വർഷത്തേക്ക് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. 54% ഓഫോട് കൂടി 9350 രൂപയാണ് ഒരു വർഷത്തെ കോഴ്സ്. ഇനി 2 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ 67% ഓഫ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് 13600 രൂപ അടച്ചാൽ മതി. ഇനി നിങ്ങൾ PJYT എന്ന ഈ താഴെ കാണുന്ന എൻ്റെ കോഡാണ് യൂസ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഓഫർ തരുന്നതാണ്. മാക്സിമം ഓഫർ തരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ 2 വർഷത്തേക്കുള്ള കോഴ്സ് ഫീൽ കുറവ് നിങ്ങൾക്ക് കാണാം, 12240 ആവും. അതുപോലെ തന്നെ എല്ലാ പാക്കേജസിലും ആനുപാതികമായി കുറവുകൾ സംഭവിക്കുന്നതാണ് എൻ്റെ ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ PSC എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആദ്യപടിയായിട്ട് അൺഅക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നന്നായിട്ട് ക്ലാസ്സിൽ ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പം ഞാനിവിടെ എടുക്കുന്നത് PSCയുടെ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ നമ്മൾ ഇതുവരെ 2 ക്ലാസ് കഴിഞ്ഞു. 2 ക്ലാസ് നമ്മൾ എടുത്തത് ലസാഗു അഥവാ LCM ആണ്. പിന്നീട് ഉസാഗ എടുത്തു. ഇനി ഉസാഗയുടെ 2ാമത്തെ ക്ലാസ് ആണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഉസാഗയുടെ ആദ്യത്തെ ക്ലാസ് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉസാഗയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഒരിക്കൽ കൂടി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന രീതി പറയാണ്. ഉസാഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം സംഖ്യകളുടെ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുതിനെ ആ സംഖ്യയുടെ ഉത്തമ സാധാരണ ഘടകം അഥവാ ഉസാഗ എന്ന് പറഞ്ഞു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറാണ് ഉസാഗ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പോയി നോക്കുക, അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ലസാഗു ഒരു കൂട്ടം സംഖ്യകളുടെ പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് എന്ത്? ലസാഗു. ലസാഗു എന്ന് പറയുമ്പം ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ നമ്പർ. അതിൻ്റെയും എക്സാമ്പിളും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ലസാഗുവും ഉസാഗയും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളും പിന്നീട് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള ലസാഗുവിൻ്റെയും ഉസാഗയുടെയും ചോദ്യങ്ങളാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഉസാഗയുടെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ HCF. LCM എന്നാണ് ലസാഗുവിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭിന്നസംഖ്യകളിലൊക്കെ കൂട്ടാനും കുറയ്ക്കാനുമാണ്. അതിനു മുമ്പ് തന്നെ ഈ LCMൻ്റെയും HCFൻ്റെയും ഭിന്നസംഖ്യകളുടെ LCMും HCFും നമുക്ക് കാണാൻ പഠിക്കുന്നുണ്ട്. എന്താണ് ഭിന്നസംഖ്യകളുടെ LCMും HCFും? ഇത് സാധാരണഗതിയിൽ പരീക്ഷകൾക്കെല്ലാം കണ്ടുവരുന്ന ചോദ്യമാണ്. അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സ്, അതായത് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിൻ്റെ LCMും HCFും കാണാൻ വേണ്ടി. അത് വളരെ സിമ്പിളാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ LCM കാണുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമുക്കറിയാം ഭിന്നസംഖ്യയ്ക്ക് A/B ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭിന്നസംഖ്യകൾ, അല്ലെങ്കിൽ A/B ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. A/B ഫോം. അപ്പം A എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറേറ്റർ ആണ്. B എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ ആണ്. അപ്പം ഒരു A/B ഫോമിലുള്ള, അതായത് ഒരു ഫ്രാക്ഷൻ ഫോമിലുള്ള ഒരു ഭിന്നസംഖ്യയുടെ LCM ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LCM ആണെന്ന് കാണേണ്ടതുണ്ടെങ്കിൽ ന്യൂമറേറ്ററിന്റെ, അതായത് ഈ വരയുടെ മുകളിലുള്ള ന്യൂമറേറ്ററിന്റെ LCM കണ്ടുപിടിക്കണം. കണ്ടോ, LCM ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂമറേറ്ററിന്റെ LCM ഓഫ് ന്യൂമറേറ്റർ കാണണം. ഇനി അടിയിൽ നമ്പർ ഉണ്ടല്ലോ, A ന്യൂമറേറ്റർ ആണ്,
ബി എന്താണ്? ഡിനോമിനേറ്റർ ആണ്. ഈ അടിയിലുള്ള ഡിനോമിനേറ്ററുകളുടെ HCFും കണ്ടുപിടിക്കണം. എന്നിട്ട് അവ രണ്ടിനെയും ഇങ്ങനെ A/B ഫോമിൽ എഴുതി കഴിയുമ്പോഴത്തേക്ക് എന്തായി? ആ സെറ്റ് ഓഫ് ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ LCM ആയി. ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ നോക്കുക. എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ LCM ഓഫ് 9/2, 3/1, 21/2. നമുക്കറിയാം ഇത് മൂന്നും ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ ഭിന്നസംഖ്യകളാണ്. അപ്പൊ നമ്മൾ LCM കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? LCM ഓഫ് 9, 3, 21. ന്യൂമറേറ്ററിലുള്ള ഏതൊക്കെയാണ് നമ്പറുള്ള? 9, 3, 21. ന്യൂമറേറ്ററിലുള്ള 3 നമ്പറിന്റെയും LCM കണ്ടുപിടിക്കുക. ഡിനോമിനേറ്ററിൽ ഏതൊക്കെയാണ് നമ്പറുള്ള? 2, 1, 2. ഡിനോമിനേറ്ററിലുള്ള 3 നമ്പറിന്റെയും HCFും കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ A/B ഫോമിൽ എഴുതുക. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഏതൊക്കെയാണ് ന്യൂമറേറ്ററിലുള്ള നമ്പേഴ്സ്? 9, 3, 21. ഈ നമ്പറുകളുടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. 9ൽ 3 എത്ര വട്ടം? 9ൽ 3 വട്ടം. 3ൽ 3 എത്ര വട്ടം? 1 വട്ടം. 21ലോ 7 വട്ടം. ഇനി കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത്, ന്യൂമറേറ്ററിന്റെ LCM എന്ന് പറയുന്നത് 7 ഗുണം 3 ഗുണം 3 ആണ്. എത്ര കിട്ടും? 7 3 21, 21 3 63. 63 ആണ് നമ്മുടെ എന്ത്? ഇവിടുത്തെ LCM ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിന്റെ LCM എന്ന് പറയുന്നത് 63. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിനോമിനേറ്ററിന്റെ HCF ആണ്. HCF നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 നമ്പറിന്റെ HCF എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പറിനെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ. ഇവിടെ നമ്മുടെ നമ്പേഴ്സ് 2, 1, 2 ആണ്. നമുക്ക് ഫാക്ടറൈസ് മെത്തേഡ് വഴി ചെയ്ത് നോക്കുമ്പോൾ കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ 2 പോകും, പക്ഷെ ഇവിടെ 1 ആയതുകൊണ്ട് പോവില്ല. ഇവിടെയും 2 ആണ്, പോവും. പക്ഷെ കോമൺ ആയിട്ട് ഒരു നമ്പറും പുറത്തെടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇതിന് പൊതു ഘടകങ്ങളൊന്നുമില്ല. അത്തരത്തിൽ പൊതു ഘടകങ്ങൾ ഒന്നുമില്ലാത്ത അവസരത്തിൽ നമ്മുടെ HCF എന്തായിരിക്കും? പൊതു ഘടകങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പം ഇവിടുത്തെ നമ്മുടെ LCM എന്താണ്? 63 ആണ്. LCM 63ഉം HCF 1ഉമാണ്. LCM 63ഉം HCF 1ഉമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് LCM ഓഫ് ഈ 3 നമ്പറിന്റെ, അതായത് 9/2ന്റെയും 3/1ന്റെയും 21/2ന്റെയും LCM എന്തെന്ന് എഴുതും? LCM ഈക്വൽ ടു LCM ഓഫ് ന്യൂമറേറ്ററിന്റെ LCM നമ്മൾ കണ്ടുപിടിച്ചു. ന്യൂമറേറ്ററിൽ ഉണ്ടായിരുന്ന 9, 3, 21 ആയിരുന്നു. അതിന്റെ LCM 63 ആണ്. 63 ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന ലെറ്റേഴ്സ് നമ്പേഴ്സ് 2, 1, 2 ആണ്. അതിന്റെ HCF എന്ന് പറയുമ്പോൾ പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 1 തന്നെയാണ്. അപ്പം ഈ 3 ഭിന്നസംഖ്യകളുടെയും LCM എന്ന് പറയുന്നത് എന്താണ്? 63/1, അതായത് 63 ആണ്. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുമില്ല, ഇത്ര മാത്രം ഓർത്താൽ മതി. ഓർക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ LCM ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള നമ്പറിന്റെ HCF. വളരെ സിമ്പിൾ ആണ്. ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള നമ്പറുകളുടെ HCF. അങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യകളുടെ LCM കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ഭിന്നസംഖ്യകളുടെ ഉസാഗ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ HCF കണ്ടുപിടിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ HCF ആണ്. തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് ചെയ്തത്? ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ LCM ആണ് കണ്ടുപിടിച്ചത്. ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ LCM ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ LCM കണ്ടുപിടിക്കുന്നു. ഇനി HCF ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ HCF കണ്ടുപിടിക്കുന്നു. താഴെ ഡിനോമിനേറ്ററിലുള്ള നമ്പറുകളുടെ LCMഉം നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റിലെ അതേ നമ്പേഴ്സ് തന്നെ എടുത്തിട്ട് അതിന്റെ HCF എന്ന് കണ്ടു നോക്കാം. ഏതൊക്കെയായിരുന്നു നമ്മുടെ ആ നമ്പേഴ്സ്? 9/2,
9/2 3/1 അതുപോലെ 21/2 21/2 ഇതായിരുന്നു നമ്മുടെ നമ്പേഴ്സ്, നമ്മുടെ ഫ്രാക്ഷൻ നമ്പേഴ്സ്, ഭിന്നസംഖ്യകൾ. ഈ ഭിന്നസംഖ്യകളുടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററുള്ള നമ്പറുകളുടെ ഏതൊക്കെയാണ് ന്യൂമറേറ്ററുള്ള നമ്പറുകൾ? 9, 3, 21 ഇവയുടെ എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററുള്ള നമ്പറുകൾ 2, 1, 2 ഈ നമ്പറുകളുടെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. അപ്പം എന്താണ് 9ന്റെയും 3ന്റെയും 21ന്റെയും HCF? കോമൺ ആയിട്ട് ഏത് നമ്പർ നോക്കണം? 2 കൊണ്ട് പറ്റുമോ? ഇല്ല. നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 2, 3, 5, 7, 11 ആയിരുന്നു. ഇതിൽ 2 കൊണ്ട് നോക്കുക. ഫസ്റ്റ് പ്രൈം നമ്പർ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇതിൽ ഏതെങ്കിലും നമ്പറിനെ? ഇല്ല. 2 കൊണ്ട് ഇതിൽ ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്ത നമ്പറായി 3 നോക്കി. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 3 കൊണ്ട് 9ന് എത്ര തവണ പറ്റും? 3 തവണ. ഇവിടെ ഒരു വട്ടം, ഇവിടെ 7 വട്ടം. ഇനി കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് നമുക്ക് എടുക്കാനുണ്ടോ? ഇല്ല. 3 ഉണ്ട്, പക്ഷേ 3 ഇവിടെ ഇല്ല. 7 ഒരെണ്ണമേ ഉള്ളൂ. 7 ഈ 2 ഫാക്ടറുകൾ എടുക്കാനില്ല, ഈ 2 നമ്പറുകൾ എടുക്കാനില്ല. സോ നമ്മുടെ ഇവിടുത്തെ HCF എന്താണ്? കോമൺ ആയിട്ട് പുറത്തെടുത്ത 3 മാത്രമാണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ HCF ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് LCM ഓഫ് ഡിനോമിനേറ്റർ. അതായത് 2, 1, 2 എന്നീ നമ്പറുകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതെത്രയാണ്? 2, 1, 2ന്റെ LCM എത്രയാണ്? 2, 1, 1, 1 2 തന്നെ. അപ്പം LCM എന്ന് പറയുന്നത് 2 തന്നെ. അപ്പം നമുക്ക് ന്യൂമറേറ്ററുള്ള നമ്പറുകളുടെ HCF കിട്ടി, അത് 3 ആണ്. ഡിനോമിനേറ്ററുള്ള നമ്പറുകളുടെ LCM കിട്ടി, അത് 2 ആണ്. അപ്പം നമ്മുടെ HCF ഓഫ് 9/2, 3/1, 21/2 എന്നത് 3/2 ആണ്. നേരത്തെ കിട്ടിയ LCM എത്രയായിരുന്നു? LCM എന്ന് പറയുന്നത് എത്രയായിരുന്നു? 63 ആയിരുന്നു. LCM 63 ആയിരുന്നു. അപ്പം ഈ നമ്പറുകളുടെ, അതായത് 9/2, 3/1, 21/2 എന്നീ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 63 ആണ്. HCF എന്ന് പറയുന്നത് 3/2 ആണ്. ഈ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പവുമാണ്. അപ്പം നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരാനുള്ള സംഭവം LCM ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററുള്ള നമ്പറുകളുടെ LCM ആണോ HCF ആണോ കണ്ടുപിടിക്കേണ്ടത് എന്നായിരിക്കും. അപ്പം നമുക്ക് അതിന് ഡൗട്ട് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏതാണോ ചോദിച്ചിരിക്കുന്നത് ന്യൂമറേറ്റർ, അതായത് A/B ഫോമിൽ എഴുതുമ്പം വരയ്ക്ക് മുകളിൽ വരുന്ന ന്യൂമറേറ്ററിന്റെ LCM ചോദിച്ചാൽ LCM. ഇനി HCF ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിൽ എന്തെടുക്കണം? LCM. HCF ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിൽ നമ്മൾ HCF എടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിനോമിനേറ്റർ LCM എടുക്കുക. ഇവിടെ ന്യൂമറേറ്റർ LCM എടുത്തുകൊണ്ട് ഡിനോമിനേറ്ററിന്റെ HCF എടുക്കുക. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇതിപ്പം കൃത്യം A/B ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മിശ്രഭിന്നം ഉണ്ടല്ലോ, നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പം നമ്മൾ വിശദമായിട്ട് എടുക്കും ഏതൊക്കെയാണ് സാധാരണ ഭിന്നം, വിഷമഭിന്നം, മിശ്രഭിന്നം എന്നിങ്ങനെ 3 തരത്തിലുള്ള ഭിന്നസംഖ്യകളുണ്ട്. സാധാരണ ഭിന്നം എന്ന് പറയുന്നത് A/B ഫോമിൽ എഴുതുമ്പോൾ A<B വരുന്നതാണ് സാധാരണ ഭിന്നം. അതുപോലെ വിഷമഭിന്നം എന്ന് പറയുന്നത് A/B ഫോമിൽ എഴുതുമ്പോൾ A>B വരുന്നതാണ് വിഷമഭിന്നം. ഇനി ഒരു നമ്പറും, അതായത് AC/D എന്ന ഫോമിൽ എഴുതുന്നതാണ് എന്ത്? മിശ്രഭിന്നം. യഥാർത്ഥത്തിൽ വിഷമഭിന്നത്തെയാണ് നമ്മൾ മിശ്രഭിന്നമാക്കി എഴുതാറ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ക്ലാസ്സിൽ പറയും. അപ്പോൾ തൽക്കാലം ഇവിടെ വേറെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം വരുമ്പം ഒരു ചെറിയ കൺവേർഷൻ നടത്തിയിട്ട് വേണം നമുക്ക് ഇത്തരത്തിൽ LCM HCF കാണാൻ. അതിപ്പം ഇങ്ങനെയാണ് വരുന്നത് വിചാരിക്കുക. 3 1/4, 2
7/8, 10 1/2. ഈ 3 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഈ 3 ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ 3 ഭിന്നസംഖ്യകളുടെ LCMഉം HCFും കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ മിശ്ര ഭിന്നങ്ങളെ നമ്മൾ വിഷമ ഭിന്നമാക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 3നെ 4 കൊണ്ട് ഗുണിക്കുന്നു, ഈ 1 ഇതിന് കൊടുത്ത് കൂട്ടുന്നു, ഡിനോമിനേറ്റർ 4 തന്നെ. അപ്പൊ എങ്ങനെ വരും? 4 × 3 12, 12 + 1 13, 13/4, 8 × 2 16, 16 + 7 23, 23/8, 10 × 2 20, 20 + 1 21, 21/2. ഈ നമ്പർ, അതായത് മിശ്രഭിന്നത്തെ നമ്മൾ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയ ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? LCMഉം HCFും കണ്ടുപിടിക്കാൻ. അപ്പം ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ എന്തായി വരും? ന്യൂമറേറ്ററിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 13, 23, 21 ആണ് എന്ത്? ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്താണ് വരുന്നത്? ഡിനോമിനേറ്റർ 4, 8, 2 ആണ് ഡിനോമിനേറ്ററുള്ള നമ്പേഴ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ ഇവിടെ ചെയ്ത പോലെ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? LCM ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററുള്ള നമ്പേഴ്സ്, അതായത് ന്യൂമറേറ്ററുള്ള 13, 21, 23 എന്നീ നമ്പറുകളുടെ LCM കണ്ടുപിടിക്കുന്നു. ഡിനോമിനേറ്ററുള്ള 4, 8, 2 എന്നീ നമ്പറുകളുടെ ഡിനോമിനേറ്ററും HCFും കണ്ടുപിടിക്കുന്നു. സിമ്പിൾ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പം ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, മിശ്ര ഭിന്നത്തിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയ ശേഷം വേണം നമ്മൾ HCFും LCMഉം കണ്ടുപിടിക്കാൻ. ഇത് മാറ്റാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇങ്ങനെ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി മാറ്റാൻ നമ്മൾ ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മോഡിലുള്ള നമ്പറിനെ ആഡ് ചെയ്യുന്നു, ആദ്യം ഉണ്ടായിരുന്ന അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുന്നു. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കാരണം എല്ലാ എക്സാമിനും നമുക്ക് ഏത് പരീക്ഷയാണെങ്കിലും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പരമാവധി ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ കോൺഫിഡൻസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളിപ്പം ചെയ്യിക്കുന്നത് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. PSCക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, മുമ്പ് ചോദിച്ച അതേ തരത്തിൽ അല്ലെങ്കിൽ അതേ ടൈപ്പ് ചോദ്യങ്ങളെ തന്നെ ചെറിയ മാറ്റങ്ങളോടുകൂടി പിന്നെയും വീണ്ടും ചോദിക്കുന്ന ഒരു രീതി PSCക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. ഇത് മാത്സിന്റെ കാര്യത്തിൽ മാത്രമല്ല GKക്കും വളരെയധികം യൂസ്ഫുൾ ആണ്. കഴിഞ്ഞൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അത് റിപ്പീറ്റ് ചെയ്ത് ആ ഏരിയ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ഉസാഗ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളത് എഴുതി നോക്കും. 2, 3, 5, 7, 11. ഇനി ഇതിന്റെ HCF അല്ലെങ്കിൽ ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത്. HCF അഥവാ ഉസാഗ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? നേരത്തെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡ് ഉണ്ട്, പ്രത്യേകം എടുത്തു പറഞ്ഞ എന്താണ്? അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, പ്രൈം നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിന്റെ ഉസാഗ അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അത് 1 ആയിരിക്കും. കാരണം അതിനെന്ത് കോമൺ ആയിട്ട് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. എന്താണ് ഉസാഗ? ആ സെറ്റ് ഓഫ് നമ്പറുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ, അതായത് ഇവിടുത്തെ കേസിൽ 2-നെയും 3-നെയും 5-നെയും 7-നെയും 11-നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ, പൂർണ്ണമായും ഹരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പറാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് ഒന്നെങ്കിൽ 2 ആയിരിക്കണം, അല്ലെങ്കിൽ 2-നേക്കാൾ ചെറിയൊരു നമ്പർ ആയിരിക്കണം. 2 കൊണ്ട് എന്തായാലും 3-നെയും 5-നെയും 7-നെ ഹരിക്കാൻ പറ്റില്ല. പിന്നെ 2-നേക്കാൾ ചെറുതായിട്ടൊരു പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 1 മാത്രമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉസാഗ 1 ആയിരിക്കും. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, ആദ്യത്തെ 1000 അഭാജ്യ സംഖ്യകളുടെ
ഉസാഹ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്രയാണ്? 1 ആണ്. അഭാജ്യ സംഖ്യ എന്ന ഒരു ചോദ്യത്തിൽ നിങ്ങൾ കാണുകയാണ്, അതായത് സെറ്റ് ഓഫ് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് അവരുടെ HCF അല്ലെങ്കിൽ ഉസാഹയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു ഡൗട്ടും വേണ്ട കാര്യമില്ല, അതിന്റെ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. ഓപ്ഷൻ ജസ്റ്റ് നോക്കുക, 1 കണ്ടെത്തുക, നമ്മൾ ആൻസർ ചെയ്യുക, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യം 16, 18, 24, 42 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇതാണ് ക്വസ്റ്റ്യന്റെ മർമ്മം. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ മർമ്മത്തിലാണ് ആദ്യം നോക്കേണ്ടത്. എന്താണ് ആ ക്വസ്റ്റ്യന്റെ മർമ്മം എന്ന് കണ്ടെത്തുക. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ LCM ആണോ HCF ആണോ കണ്ടുപിടിക്കേണ്ടത്? ശ്രദ്ധിക്കുക, ഒരു സെറ്റ് ഓഫ് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് ഈ രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല. എങ്കിലും പെട്ടെന്ന് നമുക്ക് LCM ആണോ HCF ആണോ എന്ന് ഡൗട്ട് വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചോദ്യത്തിൽ ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നു, അതിനുശേഷം അതിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എന്ന ഒരു വേർഡ് ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? കണ്ടുപിടിക്കേണ്ടത് LCM ആയിരിക്കും. ഇനി വലിയ എന്ന ഒരു വേർഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു 90% കേസിലും HCF ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? LCM. ചോദ്യത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇത് വേറെ തരത്തിൽ ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. 16, 18, 24, 42 എന്നീ നമ്പറുകളുടെ LCM എത്ര എന്ന് ചോദിക്കേണ്ടതിന് പകരം PSC ചെറുതായിട്ട് ഒന്ന് മാറ്റി ചോദിച്ചു. എങ്ങനെ? 16, 18, 24, 42 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ ഏറ്റവും ചെറിയ സംഖ്യ അതെന്താണ്? അതിന്റെ LCM ആണ്. ഒരു സെറ്റ് ഓഫ് നമ്പർ കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആ സെറ്റ് ഓഫ് നമ്പേഴ്സിന് എന്താണ്? LCM തന്നെയാണ്. ഇത് LGS കാസർഗോഡ് 2014 ചോദിച്ച ഒരു ചോദ്യമാണ്. നമുക്കപ്പോൾ ചെയ്ത് നോക്കാം. 16, 18, 24, 42 ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ചെയ്ത് നോക്കുമ്പോൾ 2 കൊണ്ട് പോവും. 8, 9, 12, 21. വീണ്ടും 2, 2 കൊണ്ട് ചെയ്യുമ്പം 4, 9ൽ 2 പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ഇറക്കി എഴുതി. 9, 6, 21. നമുക്ക് വീണ്ടും 2 കൊണ്ട് തന്നെ ചെയ്യാം. 2, 9, 3, 21. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം, കാരണം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ കൂടുതൽ കാണുന്നത്. അപ്പം 3 കൊണ്ട് ചെയ്യുമ്പോൾ 2, 3, 1, 7. ഇനി നമ്മൾ ഇതിന്റെ LCM കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇനി ഇതിന് ചെയ്തിട്ട് കാര്യമില്ല, കാരണം പ്രൈം നമ്പേഴ്സ് മാത്രമായി താഴെ വരുന്നത്. പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 7 × 3 × 2 × 3 × 2 × 2. അത് എത്ര വരും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ? മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്ന ഓപ്ഷൻ C ആണ്, 1008. അപ്പം ഈ ചോദ്യം ഞാൻ എടുത്ത് എഴുതാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലൈഡിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം PSC ചെറുതായിട്ടൊന്ന് മാറ്റി ചോദിച്ചു. ഒന്നുമല്ല, സാധാരണഗതിയിൽ ഈ 3 നമ്പർ തന്നിട്ട് ഇതിന്റെ LCM എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് PSC ചോദിച്ച എന്താണ്? ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചു. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 10 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 10 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യയിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ എല്ലാ എണ്ണൽ സംഖ്യ കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നേരത്തെ അതേ ക്വസ്റ്റ്യനിലെ അത് തന്നെ ചോദിച്ചിരിക്കുന്നു. എന്താണ് സംഭവം? ഈ നമ്പറുകളുടെ എല്ലാം LCM കണ്ടുപിടിച്ചാൽ മതി. ഈ നമ്പറുകളുടെ എല്ലാം LCM നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ ഒന്നും വ്യത്യാസമില്ല. ഇവിടെ 3, ഇവിടെ 2 ആകും, ഇവിടെ 5 ആകും, ഇവിടെ 6 ആകും. 6 അല്ല, ഇവിടെ
3 ആകും, ഇവിടെ 7 ആകും, ഇവിടെ 4 ആകും, ഇവിടെ 9 ആകും, ഇവിടെ 5 ആകും. ഇനി ഒരിക്കൽ കൂടി നോക്കുക, ഇവിടെ 3 വ്യത്യാസമില്ല, ഇവിടെ 1 വരും, ഇവിടെ 5 വരും, ഇവിടെ 3 വരും, ഇവിടെ 7 വരും, ഇവിടെ 2 വരും, ഇവിടെ 9 വരും, ഇവിടെ 5 വരും. ഇത്തരത്തിൽ പ്രൈം നമ്പർ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? അവസാനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവസാനം ആൻസർ സി 2520 കിട്ടും. നിങ്ങൾ ബാക്കി ചെയ്ത് നോക്കുക. വെറും നേരത്തെ അതേ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം ഇത് 2007 LGS ട്രിവാൻഡ്രത്തിന് ചോദിച്ചാണ്. ഇനി അടുത്ത ചോദ്യം LDCയുടെ 2009 ചോദിച്ച ചോദ്യമാണ്. 12, 15, 20, 27 എന്നീ സംഖ്യകൾക്കുള്ള നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? LCM തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് LCM തന്നെയാണ്. 12, 15, 20, 27 എന്നീ നമ്പറുകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റിയ എന്താണ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ LCM കണ്ടുപിടിക്കണം. 12, 15, 20, 27 എന്നീ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യ. നമുക്ക് രണ്ടും കൊണ്ട് ഡിവൈഡ് നോക്കാം. 6, 15, 10, 27. അടുത്ത നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യും? രണ്ടും കൊണ്ട് തന്നെ ചെയ്യാം. 2 ഡിവൈഡ് ചെയ്യുമ്പം 3, 15, 5, 27. ഇനി നമുക്ക് കോമൺ ആയിട്ട് കൂടുതലും കാണാൻ പറ്റുന്ന 3ന്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 3 കൊണ്ട് ചെയ്യാം. 1, 5, 5, 9. വീണ്ടും ചെയ്ത് നോക്കാം. 5 കൊണ്ട് ചെയ്യാം. 1, 1, 1, 9. അപ്പം നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? 9 × 5 × 3 × 2 × 2. 2 × 2 4, 4 × 3 12, 12 × 5 60, 60 × 9 9 6 54 540. പലപ്പോഴും പലർക്കും മിസ്റ്റേക്ക് അല്ലെങ്കിൽ കൂടുതൽ സമയം പോകുന്ന ഈ അവസാന ഘട്ടത്തെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കണക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 9 × 5 45, 45 × 3 എന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറിയ നമ്പേഴ്സ് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയുള്ള 2 ചെറിയ നമ്പർ 2 × 2 എളുപ്പത്തിൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ഇനി ഈ 2 നമ്പറും ഇല്ല, ഇവിടെ നമുക്ക് 4 ആണുള്ളത്. ഈ 2 നമ്പറും പോയി, ഇവിടെ എന്തായി? 4 വന്നു. പിന്നെ ഈ 2 ചെറിയ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 12. ഇവിടെ എത്രയായി? 12 ആയി. പിന്നെ 12 × 5 60. ഈ 5ഉം 12ഉം പോയി, അവിടെ 60 വന്നു. ഇനി ശേഷിക്കുന്ന ആരാണ്? ഒരു 9 ആണ്. 9 × 60. 9 × 60 ചെയ്യാൻ എന്താണ്? 9 × 6 ചെയ്യണം. 9 × 6 54. പിന്നെ ഒരു 0 ബാക്കിയുള്ളത് 0 ഇട്ട് കൊടുക്കുക. അപ്പം 540. നമ്മുടെ ആൻസർ A ആണ്. അപ്പം നിങ്ങൾ മാത്സിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, സ്ക്വയേഴ്സ് ഉണ്ടല്ലോ നമ്പറുകളുടെ, ഒരു 25 അല്ലെങ്കിൽ 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ബൈഹാർട്ടായിരിക്കണം. 30 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ. അപ്പം 2ന്റെ സ്ക്വയർ 4, 3ന്റെ 9, 4ന്റെ 16, 5ന്റെ 25, 6ന്റെ 36, അങ്ങനെ 30ന്റെ വരുമ്പോഴത്തേക്കും നമുക്ക് 900 കിട്ടും. അതുവരെയുള്ള സ്ക്വയറുകൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. പ്രത്യേകിച്ച് ഈ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം പലപ്പോഴും, അല്ലെങ്കിൽ സംഖ്യ പ്രോഗ്രഷൻ ഒക്കെ വരുമ്പം മിസ്സിംഗ് നമ്പേഴ്സ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറയുമല്ലോ. അപ്പോൾ പലപ്പോഴും ഈ സ്ക്വയറുകളൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ പ്രോഗ്രഷൻ വരുന്നത്. അപ്പോൾ ആ അവസരത്തിൽ ഇത്തരത്തിൽ സ്ക്വയറുകൾ ബൈഹാർട്ട് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു നമ്പറും തൊട്ടടുത്ത നമ്പറും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി ഒരു മിനിമം ഒരു 30 വരെയുള്ള നമ്പറുകളുടെയെങ്കിലും സ്ക്വയേഴ്സ് ബൈഹാർട്ടാക്കി വെക്കുക. ഇനി നേരത്തെ അതേ ചോദ്യം തന്നെ,
5, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് കൃത്യമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 5, 8, 10 എന്ന സംഖ്യകളുടെ LCM. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന LCM ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. 5, 8, 10. 5, 8, 10ന്റെ LCM നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 5, 8, 10ന്റെ LCM 5, 8, 10. ഇനി നമ്പർ LCM എങ്ങനെ കണ്ടുപിടിക്കും? 2, 5 തന്നെ, 4, 5. ഇനി 5 ഉണ്ട് ഇവിടെ. 1, 4, 1. 4, 5, 20. 20, 2, 40. 4 × 5 × 2 = 40. അപ്പം 40 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഉസാഗയാണ് കാണാനുള്ളത്, പക്ഷെ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം. ഇവിടെ അക്കങ്ങളുടെ കൂട്ടത്തിൽ ഒരു അക്ഷരം കൂടി കയറിയിരിക്കുന്നത് കാണാം. K എന്നൊരു അക്ഷരം. K എന്നൊരു അക്ഷരമുണ്ട്. അതായത് 6K, 7K, 8K, 9K എന്നിവയുടെ ഉസാഗയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത്? 6K എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ മീനിങ് ചെയ്യുന്നത് 6 × എ കോമൺ നമ്പർ, സം സോർട്ട് ഓഫ് കോമൺ നമ്പർ. ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 6K എന്ന് പറയുമ്പോഴത്തേക്കും 6 × K ആണ് 6K. അതുപോലെ തന്നെ ഇവിടെ 7K എന്ന് പറഞ്ഞാൽ എന്താണ്? 7 × K ആണ് എന്ത്? 7K. അതുപോലെ തന്നെ 8 × K ആണ് 8K. അതുപോലെ 9 × K ആണ് 9K. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് എടുത്തിട്ടത്. അപ്പം 6 × K, 7 × K, 8 × K, 9 × K ആണ് ഈ നമ്പേഴ്സ്. അപ്പം ഇതിൻ്റെ ഉസാഗ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ 4 നമ്പറുകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടർ ഏതാണ്? അത് K ആണ്. K പുറത്തേക്ക് എടുക്കുക ഓരോന്നിൽ നിന്നും. 6 × K ഉണ്ട്, 7 × K ഉണ്ട്, 8 × K ഉണ്ട്, 9 × K ഉണ്ട്. ഓരോ നമ്പറിൽ നിന്നും നമ്മൾ K പുറത്തേക്ക് എടുക്കുന്നു. K പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6, 7, 8, 9. ഇനി കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ല. കോമൺ ആയിട്ട് ഒരു നമ്പർ നമുക്ക് ഇവിടെ എടുക്കാൻ കിട്ടില്ല. 6ഉം 7ഉം 8ഉം 9ഉം ആണ്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഏതാണ്? K ആണ് പുറത്തേക്ക് എടുത്തത്. നമ്മൾ ചോദിച്ചെന്താണ്? ഉസാഗ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പം ഈ സെറ്റ് ഓഫ് നമ്പറുകളുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? അത് ഓപ്ഷൻ ഡി, K ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഈ തരത്തിൽ, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കോമൺ ഫാക്ടർ ആവും ആ നമ്പറിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പൊതു നമ്പർ എന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ പോകും. ഇനി അറിയാവുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ജസ്റ്റ് സ്പ്ലിറ്റ് സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് മാക്സിമം മാത്രം മതി ഇത് ക്വസ്റ്റ്യൻ കോംപ്രഹെൻസ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് ആൻസറിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ ഓർക്കുക, ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്. 6K, 7K എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6K, 7K എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 × K എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 6n എന്ന് പറയില്ലേ, 6 ടൈംസ് n അല്ലെങ്കിൽ 6 ടൈംസ് K. ഈ ശരിക്കുള്ള മീനിങ് 6 ടൈംസ് K ഒരു നമ്പറാണ്, 7 ടൈംസ് K, 8 ടൈംസ് K, 9 ടൈംസ് K. അത് K എല്ലാത്തിലും ഉണ്ട്. Kയുടെ വിവിധ നമ്പർ ഓഫ് ടൈംസ് മൾട്ടിപ്പിളുകളാണ് ഈ നമ്പറുകൾ. അപ്പം ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള K ആണ്. K പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉസാഗയായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20, 28, 36 എന്നീ സംഖ്യകളുടെ ഉസാഗ. ഇത് 2012 മസ്ദൂറിന് ചോദിച്ചാണ്. 2012 മസ്ദൂർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നേരിട്ട് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 20, 28, 36 എന്നീ നമ്പറുകളുടെ ഉസാഗ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് കണ്ടുപിടിക്കുക. ഉസാഗ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ മൂന്ന് നമ്പറുകളെയും പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉയർന്ന നമ്പർ. അപ്പം തീർച്ചയായും ഈ 3 നമ്പറിനേക്കാൾ ചെറുതായിരിക്കും ആ നമ്പർ. അങ്ങനെയാണെങ്കിലല്ലേ ഇതിന് 3നെയും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും 20നേക്കാൾ ചെറുതായിരിക്കും ആ നമ്പർ. അപ്പം ഇവിടെ അപ്പം തന്നെ നമുക്ക് ഓപ്ഷൻ ബി വെട്ടിക്കളയാം. ഓപ്ഷൻ ബി ഒരിക്കലും ആവില്ല. പിന്നെ ആവാൻ സാധ്യതയുള്ള നമ്പർ 20 ആണ്. ഇതിനകത്ത് ചെറിയ നമ്പർ 20. പക്ഷെ 20 കൊണ്ട് നമുക്ക് 28നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓപ്ഷൻ ബി ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇനി ശേഷിക്കുന്ന 2 ഓപ്ഷനുകളാണ്. അത് 2ഉം 4ഉമാണ്.
ഞാനിത് പറയാൻ കാരണം നമുക്കിത് ചെയ്ത് നോക്കാതെ, അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്താം. പി എസ് സിക്ക് പലപ്പോഴും ഇതുപോലെ 4 ഓപ്ഷൻ ഉള്ളതിൽ 2 ഓപ്ഷൻ നല്ല പോലെ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് വെട്ടി ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലോജിക് ഇല്ലാത്ത ഓപ്ഷൻ ആയിരിക്കും മിക്കവാറും പി എസ് സി ഇട്ടിട്ടുണ്ടാവുക. അപ്പം അത്തരത്തിലുള്ള ഓപ്ഷൻ കണ്ടെത്തി പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇനി നമുക്ക് ആൻസറിലേക്ക് ഏതെങ്കിലും കാരണവശാൽ എത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാലും ഒരിക്കലും ഒരു ആൻസർ ആവില്ല എന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തി അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ശരിയാവാനുള്ള സാധ്യത കൂടും. ഈ കേസിലല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ. അപ്പം ഇവിടെ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ്. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. ഓപ്ഷൻ സി ആണ് നോക്കുക. ഓപ്ഷൻ സിനെ നമുക്ക് 20നെയും 28നെയും 36നെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി ആണ്. ഡിയെ കൊണ്ട് നോക്കുക. 20നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 28നെയോ പറ്റും, 7 കിട്ടും. 36നെയോ പറ്റും, 9 കിട്ടും. അപ്പം ഈ ഓപ്ഷനിലെ ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഞാനിത് പറയാൻ കാരണം നമുക്ക് ഇത്തരത്തിൽ ഫാക്ടറൈസ് ചെയ്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതില്ലാതെ തന്നെ ചെയ്യാം. അല്ലാതെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ 2 ഇടുന്നു, 10 കിട്ടും, 14 കിട്ടും, 18 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 5 കിട്ടും, 7 കിട്ടും, 9 കിട്ടും. 5 കിട്ടും, 7 കിട്ടും, 9 കിട്ടും. ഇനി കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പം കോമൺ ആയിട്ട് വന്ന 2 നമ്പറുകൾ 2 × 2 ആണ്, 4 ആണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് ഓപ്ഷനിൽ തന്നെ ആൻസറിലേക്ക് എത്താം, ഉസാഗയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഇത് ഫീൽഡ് വർക്കർ 2002 വളരെ മുമ്പ് ചോദിച്ച ചോദ്യമാണ്. 120 M 180 120 എന്നീ നമ്പറുകളുടെ HCF ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം? ഈ 2 നമ്പറുകളുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കുക. ഓപ്ഷനിലേക്ക് നോക്കുക. 10 എന്തായാലും ആവില്ലെന്ന് ഉറപ്പാണ്. കാരണം 10നേക്കാൾ വലിയ നമ്പർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15 ആണെന്ന് സംശയം തോന്നാം. 12 ആണെന്ന് തോന്നാം. 60 ആണെന്ന് തോന്നാം. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഊഹിക്കാൻ പോകരുത്. നമ്മൾ ചെയ്തതെന്ന് നോക്കുക. ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഇത് ചെയ്യാതെ ആൻസറിലേക്ക് എത്താൻ കഴിയും. 180. ഇനി കോമൺ ആയിട്ട് വരുന്ന നമ്പറുകൾ നോക്കുക. 2 കൊണ്ട് പറ്റും നമുക്ക് 60ആയി, 90ആയി. വീണ്ടും 2 കൊണ്ട് പറ്റും 30ആയി, 45ആയി. വീണ്ടും 2 കൊണ്ട് പറ്റും 15ആയി. അല്ല, 2 കൊണ്ട് പറ്റില്ല. 90, 45, സോറി, 3 കൊണ്ട് പറ്റും. 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് പറ്റും 10ആയി, 15ആയി. ഇനി നമുക്ക് 5 കൊണ്ട് പറ്റും. 5 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ആയി, 3ആയി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ HCF എന്താണ്? HCF എന്ന് പറയുന്നത് 5 × 3 × 2 × 2. 5 × 3 15, 15 × 2 30, 30 × 2 60. 60ആണ് ഇവിടുത്തെ HCF. ഇനി ഇത് ഇങ്ങനെ ചെയ്ത് നോക്കി സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ഓപ്ഷൻ ഇട്ട് നോക്കി കണ്ടുപിടിക്കാം. അങ്ങനെ ഓപ്ഷൻ ഇട്ട് നോക്കി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കുക. ആ ഓപ്ഷനുകളിൽ എല്ലാ ഓപ്ഷനും തന്നിരിക്കുന്ന നമ്പറിലെ ചെറിയ നമ്പറിനേക്കാൾ, ഇവിടുത്തെ ചെറിയ നമ്പർ ഏതാണ്? 120 ആണ്. ചെറിയ നമ്പറിനേക്കാൾ ചെറുതാണോ എന്ന് നോക്കുക. കാരണം ചെറുതായാലേ ചെറിയൊരു നമ്പറേ ആൻസർ ആയിട്ട് വരികയുള്ളൂ. ഇവിടെ എല്ലാ നമ്പറുകളും ചെറുതാണ്. പക്ഷെ മുന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എല്ലാ നമ്പറും ചെറുതല്ല. 1200 തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലിയൊരു നമ്പറായിരുന്നു 1200. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ കേസിൽ എല്ലാ നമ്പറും ചെറിയ നമ്പറുകളാണ്. ഇനി അടുത്ത് നോക്കേണ്ടത് ഈ നമ്പറുകളിൽ ഏത് വലിയ നമ്പറിനാണ് ഈ 2 നമ്പറുകളെയും പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനത് എളുപ്പം മെത്തേഡ് പറയാണ്. എളുപ്പത്തിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നവർ സാധാരണ രീതിയിൽ ഹരിച്ച് ചെയ്താൽ മതി. ഡിവിഷൻ മെത്തേഡ് വഴി ചെയ്താൽ മതി. നിർബന്ധമില്ല ഇതുപോലെ ചെയ്യണമെന്ന്. ഓപ്ഷൻ ഇട്ട് നോക്കി കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും എക്സാമിന് ഹോളിൽ ചെല്ലുമ്പോൾ സ്പീഡ് കൂട്ടാൻ യൂസ്ഫുൾ ആവുന്നത്. അപ്പം എന്ത് ചെയ്യുക? ഇവിടുത്തെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഓപ്ഷനുള്ള നമ്പറുകൾ ഈ നമ്പറിലെ ചെറിയ നമ്പറിനേക്കാൾ ചെറുതാണോ നോക്കുക. എല്ലാ നമ്പറും ചെറുതാണ്. ഇനി എന്ത് ചെയ്യുക? ഈ ഓപ്ഷനുള്ള നമ്പറുകളിലെ വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ഈ വലിയ നമ്പർ 60.
10ഉം 15ഉം 12ഉം 60ഉം ആണല്ലോ നമ്മുടെ ഓപ്ഷണൽ നമ്പേഴ്സ്. അതിൽ 60 കൊണ്ട് ഇതിനെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കാം, 60 കൊണ്ട് പറ്റുമോ? ഇവിടെ പറ്റും, 2 വട്ടം. ഇവിടെ പറ്റുമോ? പറ്റും, ഇവിടെ 3 വട്ടം. അപ്പം ഉറപ്പായും നമ്മുടെ ആൻസർ 60 ആയിരിക്കും. കാരണം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണല്ലോ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരെണ്ണം ആൻസർ ആണ്, അതിൽ തന്നെ ഹയസ്റ്റ് നമ്പർ ആണ് നമുക്ക് കോമൺ ഫാക്ടർ ആണ് വരുന്നെങ്കിൽ അതാണ് ആൻസർ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആൻസർ 60ലേക്ക് എത്താം. ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് നോക്കാം. ഈ ഒരു മെത്തേഡ് അവലംബിക്കുന്നതാണ് നമുക്ക് എക്സാം ഹോളിൽ എപ്പോഴും യൂസ്ഫുൾ ആകുക, പ്രത്യേകിച്ച് സ്പീഡിൽ പ്രോബ്ലം ചെയ്യാൻ. ഇനി ഇവിടെ നോക്കാം, 30, 60, 90, 120 എന്നീ സംഖ്യകൾ ഉസാകാം. 30, 60, 90, 120 എന്നീ സംഖ്യകൾ ഉസാകാം. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ. ആദ്യം നോക്കുക, ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ ഒരു നമ്പർ ഉണ്ട് 120. ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്? 30 ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ HCF, ഈ സെറ്റ് ഓഫ് നമ്പറുകൾ HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറഞ്ഞത് എപ്പോഴും ഇതിലെ ഏറ്റവും ചെറിയ നമ്പറിനേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ചെറിയ നമ്പർ ആയിരിക്കും. ഒന്നെങ്കിൽ ഈ ചെറിയ നമ്പർ ആവാം 30 ആവാം, അല്ലെങ്കിൽ 30നേക്കാൾ ചെറിയൊരു നമ്പറേ ആവാൻ പാടുള്ളൂ. അങ്ങനെ ആവുള്ളൂ, എങ്കിൽ അത് HCF ആവുള്ളൂ. അപ്പം ഓൾറെഡി നമ്മുടെ ഓപ്ഷനിലെ ഒരു ഓപ്ഷൻ എ 120 ആണ്, അത് 30നേക്കാൾ വലുതാണ്, നമുക്കത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ശേഷിക്കുന്ന നമ്പേഴ്സ് 2 ഉണ്ട്, 3 ഉണ്ട്, 30 ഉണ്ട്. ഞാൻ പറയാം, രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇതിലെ വലിയ നമ്പർ എടുക്കുക. ഏതാണ് വലിയ നമ്പർ? 30. 30 കൊണ്ട് ഈ 4 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 30 കൊണ്ട് 30നെ പറ്റും, 60നെയോ പറ്റും 2 വട്ടം, 90നെയോ പറ്റും 3 വട്ടം, 120നെയോ അതിനെയും പറ്റും 4 വട്ടം. അപ്പം 30 കൊണ്ട് എല്ലാ നമ്പറുകളെയും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉയർന്ന നമ്പർ എന്ന് പറയുന്നത് 30 ആണ്. ആൻസറിലേക്ക് എത്തി. ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് ഗാർഡനർ KTDCയുടെ ഗാർഡനർ എക്സാമിൽ ചോദിച്ചാണ് 2013. ഇപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങാനും വീണ്ടും കിട്ടുവാണെങ്കിൽ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഇനി 10, 20, 21 എന്നീ സംഖ്യകളുടെ ഉസാഗ എന്ത്? 10, 20, 21 നോക്കുക. ഏതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ്? 10, 20, 21. ഓപ്ഷനിലേക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷൻ 410. ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഒന്നെങ്കിൽ ഉത്തരം 10 ആയിരിക്കും, അല്ലെങ്കിൽ 10 താഴെ ഒരു നമ്പർ ആയിരിക്കും. ഉസാഗയെ ചോദിച്ച ഹയസ്റ്റ് കോമൺ ഫാക്ടർ 420 അതിനേക്കാൾ ഏറെ മുന്തിയതാണ്, അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തു. 410ഉം കട്ട് ചെയ്തു. പിന്നെ 1ഉം 0ആണ്. 0 ഒരു ഘടകമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഓപ്ഷൻ 1? കാരണം 0 ഘടകമല്ലല്ലോ, അല്ലെങ്കിൽ എല്ലാത്തിനും ഘടകമാണ് എന്ന് പറയാം. അത് ഫൈനൈറ്റ് അല്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ 1 ആണ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10, 20, 21 എന്നീ 3 നമ്പറുകൾക്ക് ഒരു പൊതു ഘടകമില്ല. 2 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല. അതായത് പൊതു ഘടകമില്ല. ഇത്തരത്തിൽ പൊതു ഘടകം ഒന്നും ഇല്ലാത്ത നമ്പറുകളുടെ ഉസാഗയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് എപ്പോഴും 1 ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇത് ഒരു പ്രോബ്ലമായി വന്നതേ ഉള്ളൂ. ഇത് KTDCയുടെ ഗാർഡൻ എക്സാമിന് വന്നാണ് 2013. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. 39, 43, 56 എന്നിവയാണ് നമ്മുടെ നമ്പേഴ്സ്. ഇതിന്റെ ഉസാഗ വെച്ച ഹയസ്റ്റ് കോമൺ ഫാക്ടർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞോളൂ നോക്കി, ഇതിൽ ചെറിയ നമ്പർ ഏതാണ്? 39. 39നേക്കാൾ ചെറുതായിരിക്കണം ആ നമ്പർ. ഇവിടെയുള്ള നമ്പറുകൾ ശ്രദ്ധിച്ച് നോക്കുക. 560 39നേക്കാൾ വലുതാണ്. 421 31നേക്കാൾ വലുതാണ്. 113 31നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ 1 ആണ്. ഈ 3 നമ്പറുകൾക്കും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും പുറത്തെടുക്കാനില്ല. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ആൻസർ? 1 വന്ന് പറ്റൂ, 1 ആവുള്ളൂ. അപ്പം ആൻസർ 1. ഇതൊക്കെ ജസ്റ്റ് നോക്കി ആൻസർ കുത്തിപ്പോണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് നോക്കാൻ പോലും നിൽക്കരുത്, അത്രയും പോലും സമയം കളയരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5, 7, 13 എന്നീ സംഖ്യയുടെ ഉസാഗ. ഇവിടെ നോക്കുക, ഇതിൽ ചെറിയ നമ്പർ ഏതാണ്? 5. 5നേക്കാൾ ചെറുതായിരിക്കണം നമ്മുടെ HCF വരുന്ന നമ്പർ. ഇവിടെയുള്ള നമ്പറുകളെല്ലാം 5നേക്കാൾ ചെറുതാണോ? ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 5നേക്കാൾ ചെറുതാണോ? ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാൻ പറ്റും, 0 ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് 1ഉം 5ഉം ആണ്. 5 കൊണ്ട് 7നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പം 5ഉം അല്ല. കാരണം HCF നമുക്കറിയാം, തന്നിരിക്കുന്ന എല്ലാ നമ്പറുകളെയും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ആൻസർ 1 ആണ്. കാരണം
ഇത് 3 സംഖ്യകൾക്കും പൊതുഘടകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ 1 ആണ്. ഇനി തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം അല്ലെങ്കിൽ ഉസാഗ അത് ചോദിച്ചിരിക്കുന്നത് HCF. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5 അങ്ങനെ പോകും. ഇൻഫിനിറ്റി വരെ പോകുന്ന നമ്പേഴ്സാണ് എണ്ണൽ സംഖ്യകൾ. അപ്പൊ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം ഏതാണെന്നാണ് ചോദ്യം. ഇത് വാർഡൻ 2015 ചോദിച്ചാണ്. അപ്പൊ നമുക്കറിയാം തുടർച്ചയായ 2 സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് 13, 14 അല്ലെങ്കിൽ 100, 101 ഏത് 2 നമ്പറും ആയിക്കോട്ടെ, ഒരിക്കലും അവയ്ക്ക് പൊതുവായിട്ടൊരു ഘടകം ഉണ്ടാവില്ല. അത് രണ്ടും പരസ്പരം കോപ്രൈം ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഒരിക്കലും പൊതുവായിട്ടൊരു ഘടകം ഉണ്ടാവത്തില്ല. അപ്പം അത്തരം അവസരത്തിൽ എപ്പോഴും അതിന്റെ ഉസാഗ 2 ആയിരിക്കും. അതായത് തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഉത്തമ സാധാരണ ഘടകം ഉസാഗ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് നമ്പറും ആയിക്കോട്ടെ 1 ആയിരിക്കും. ഇനിയിപ്പോ ചോദ്യം ഇങ്ങനെയാവും: 145, 146 എന്നീ നമ്പറുകളുടെ ഉസാഗ അല്ലെങ്കിൽ HCF. ഇതേ ചോദ്യം തന്നെയാണ്. അതായത് എന്താണ്? തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളാണ് 145, 146. അപ്പൊ അതിന്റെ HCF വെച്ച ഉത്തരം എത്രയാണ്? അതും 1 തന്നെയാണ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഈ ചോദ്യം പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ചെയ്യുന്നതിന്. ചെറിയ വ്യത്യാസമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ബുദ്ധിമുട്ടൊന്നുമില്ല. LGS ആലപ്പുഴ 2012 ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: 33, 75, 61 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടണം. ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ എന്ന ഓപ്ഷനിൽ ക്വസ്റ്റിനിൽ കണ്ടാൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? HCF ആണ്. അതായത് 33, 75, 61 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ. അതായത് ഏതോ ഒരു നമ്പർ, സപ്പോസ് അത് X എന്ന് എടുക്കുക, ഏതോ ഒരു നമ്പർ X. ഈ Xനെ നമ്മൾ ഏതോ ഒരു നമ്പർ X, ആ X കൊണ്ട് നമ്മൾ 33നെ ഡിവൈഡ് ചെയ്യുമ്പോഴും 75നെ ഡിവൈഡ് ചെയ്യുമ്പോഴും 61നെ ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? ശിഷ്ടം 5 കിട്ടണം. അപ്പം അത്തരത്തിലുള്ള നമ്പറാണ് വേണ്ടത്. ഏതോ ഒരു നമ്പർ X എന്ന നമ്പർ കൊണ്ട് 33നെ നമ്മൾ X കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടണം? 5 കിട്ടണം ശിഷ്ടം. 75നെ X കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടണം? 5 കിട്ടണം. 61നെ X കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടണം? അവിടെയും ശിഷ്ടം 5 കിട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള ആ X ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? 33നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 5 കിട്ടണം എന്നല്ലേ പറഞ്ഞത്. അതായത് 33ൽ നിന്നും ആ 5 കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ കിട്ടും, 28. 28നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ നമ്പർ കൊണ്ട് 28നെ ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 0 ആയിരിക്കും. അതുപോലെ തന്നെ 75നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 5 കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പം 75നെ നിന്നും 5 കുറച്ചിട്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ശിഷ്ടം 0 കിട്ടും. ശിഷ്ടം 0. ഇനി 61നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്നതാണ്. അപ്പൊ 61ൽ നിന്ന് 5 കുറച്ചിട്ട് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടെ ശിഷ്ടം എന്താണ്? ശിഷ്ടം 0 ആണ്. അപ്പം ഈ ശിഷ്ടം 0 വരുന്ന 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ 33 മൈനസ് 5 അതായത് 28, 75 മൈനസ് 5 70, 61 മൈനസ് 5 56 എന്നിവയാണ്. അപ്പം ഈ 3 നമ്പറിനെയും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്പറുകളുടെ HCF ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, നമ്മളോട് ഏറ്റവും വലിയ സംഖ്യ. അപ്പം ഈ 3 നമ്പറുകളുടെയും HCF കാണാം. എത്ര കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14, 35, 28. നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2, 5, 4. ഇനി കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പം നമ്മുടെ
HCF എന്ന് പറയുന്നത് ഈ 28, 70, 56 എന്നീ നമ്പറുകളുടെ HCF എന്ന് പറയുന്നത് എന്താണ്? HCF 14 ആണ്. അതായത് 28നെയും 70നെയും 56നെയും 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം നമുക്ക് 0 ആണ്. അപ്പം ഇതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ 33നെ ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 5 കിട്ടും, 75നെ ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 5 കിട്ടും, 61നെ ഡിവൈഡ് ശിഷ്ടം 5 കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. 33 ഡിവൈഡ് ബൈ 14, 33 ഡിവൈഡ് ബൈ 14 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 വട്ടം 28 ശിഷ്ടം 5. ഇനി 75 ഡിവൈഡ് ബൈ 14, 5 14 70 ശിഷ്ടം 5. ഇനി 61 ഡിവൈഡ് ബൈ 14, 4 14 56 ശിഷ്ടം 5. നമുക്ക് ആൻസർ കറക്റ്റായി. നമ്മൾ റീചെക്ക് ചെയ്ത് നോക്കിയത് ആൻസർ കറക്റ്റാണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ സി 14 ആണ് കറക്റ്റ് ആൻസർ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വരിക, സപ്പോസ് ഒരു സെറ്റ് ഓഫ് നമ്പർ 2 3 4 നമ്പർ തരുന്നു. ആ സംഖ്യകളെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഹരിക്കുമ്പം ഒരു ശിഷ്ടം വരുന്നു. ആ ശിഷ്ടം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ നമുക്ക് ശിഷ്ടം വരേണ്ടത് ആ ശിഷ്ടത്തെ ഈ നമ്പറുകളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ LCM കണ്ടുപിടിക്കുന്നു. ആ LCM ആയിരിക്കും ആൻസർ. ഓക്കെ. ഇനി ഇത് നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെ വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണിത്. 15, 23, 31 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം 3 ശിഷ്ടം വരണം, 5 ശിഷ്ടം വരണം, 7 ശിഷ്ടം വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ 15ൽ നിന്നും ഈ 3 കുറയ്ക്കും, അപ്പോൾ 12. 23ൽ നിന്നും 5 കുറയ്ക്കും, അപ്പോൾ 18. 31ൽ നിന്നും 7 കുറയ്ക്കും, 24. ഈ 3 നമ്പറുകളുടെ HCF കണ്ടുപിടിക്കും. ആ HCF കൊണ്ട് നമുക്കറിയാം, HCF എന്ന് പറയുമ്പോൾ ആ HCF നമ്പർ കൊണ്ട് ഇതിനെ 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 3ആണല്ലോ കുറച്ചത്. അപ്പം 15നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 3 കിട്ടും. ആ HCF കൊണ്ട് 23നെ ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 5 കിട്ടും, 31നെ ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 7 കിട്ടും. അപ്പം ഇതിൻ്റെ HCF എത്രയാണ്? 12, 18, 24, 2, 6, 9, 12, 3, 2, 3, 4. ഇനി കോമൺ ആയിട്ടൊന്നും എടുക്കാനില്ല. അപ്പം നമ്മുടെ HCF എന്ന് പറയുന്നത് 2 × 3 6 ആണ്. അപ്പം 6 ആണ് നമ്മുടെ ആ നമ്പർ. കാരണം നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 15നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 15 ഡിവൈഡ് ബൈ 6, 2 6 12. ശിഷ്ടം എത്ര കിട്ടി? 3 കിട്ടി. നമ്മളോട് ചോദിച്ചെന്താണ്? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര കിട്ടണം എന്നാണ് പറഞ്ഞത്? ശിഷ്ടം 3 കിട്ടണം എന്നല്ലേ പറഞ്ഞത്? ശിഷ്ടം 3 കിട്ടി. ഇനി 23 ഡിവൈഡ് ബൈ 23 ഡിവൈഡ് ബൈ 6, 3 18, ശിഷ്ടം 5. ഇതാ ശിഷ്ടം 5 കിട്ടി. ഇനി 31 ഡിവൈഡ് ബൈ 6, 56 അല്ല, ശിഷ്ടം നമുക്ക് 7 കിട്ടും. അപ്പം ആൻസർ കറക്റ്റാണ്. ഇനി 8, 12, 16 ഇവയുടെ ഉസാഗ എത്ര എന്നാണ് ചോദ്യം. 8, 12, 16. 8, 12, 16. അപ്പം നമ്മൾ നോക്കുക, 3 നമ്പേഴ്സാണുള്ളത്, 8ഉം 12ഉം 16. ഈ 3 നമ്പറിൻ്റെയും ഉസാഗ എന്ന് പറയുമ്പം ഇത് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചെറിയ നമ്പറിനേക്കാൾ ചെറുതായിരിക്കണം ആ നമ്പർ. അപ്പോൾ തന്നെ നമുക്ക് ബി ക്യാൻസൽ ചെയ്യാൻ പറ്റും.
പിന്നെ നോക്കുക 6 ഉണ്ട്. 6 കൊണ്ട് പക്ഷെ നമുക്ക് 16 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 8 കൊണ്ടും പറ്റില്ല. ഇനിയിപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 4 ആണ്. ഇനി അടുത്ത ചോദ്യം 36, 264 എന്നീ നമ്പറുകളുടെ ഉസാഗ. 36, 264 നമ്മൾ എന്ത് ചെയ്യണം? ഉസാഗ കണ്ടുപിടിക്കണം. 2 കൊണ്ട് ചെയ്യാം. 18, 132. 2 കൊണ്ട് ചെയ്യാം. 9, 66. 3 കൊണ്ട് ചെയ്യാം. 3, 22. നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം 2 × 2 × 3, 2, 2, 4, 3, 12. 12 നമ്മുടെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യൻ. ഒരു പാൽക്കാരന്റെ കയ്യിൽ 3 പാത്രങ്ങളെ യഥാക്രമം 75 ലിറ്റർ, 135 ലിറ്റർ, 75 ലിറ്റർ, 135 ലിറ്റർ, 105 ലിറ്റർ ഉണ്ട്. ഓരോ പാത്രത്തിനെയും പാല് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പാത്രത്തിന്റെ അളവ് എത്ര? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റൻ ആൻസർ കണ്ടു ഇങ്ങനെ ചോദ്യം വന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 3 നമ്പേഴ്സിന്റെയും HCF കണ്ടുപിടിച്ചാൽ മതി. 75, 135, 105. HCF എത്ര വരും? HCF എന്ന് പറയുന്നത് നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 5 കൊണ്ട് പറ്റും അല്ലെ? 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് ചെയ്യണമെന്നില്ല. ഇതുകൊണ്ട് ചെയ്താലും മതി, സാരമില്ല. 3 കൊണ്ട് ചെയ്തോളാം. അപ്പം 25 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 4, 3, 12, 5, 3, 15, 45 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 35 കിട്ടും. നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പം 5 കിട്ടും, 9 കിട്ടും, 7 കിട്ടും. ഇനി നമുക്ക് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ HCF എന്ന് പറയുന്നത് 5 × 3 ആണ്. അത് 15 ആണ്. നമ്മുടെ ഓപ്ഷൻ സി 15 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യം, അതായത് ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നു, അതിനെ 3 പാത്രങ്ങളായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അളക്കണമെങ്കിൽ ഉള്ള ഏറ്റവും വലിയ പാത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ HCF ആയിരിക്കും. അത് 3നെ കൃത്യമായി അളക്കാൻ പറ്റുന്ന പാൽപാത്രത്തിന്റെ അളവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ HCF ആയിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് അൺഅക്കാദമി തരുന്ന ഈ കോഴ്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി PJWait എന്ന കോഡ് യൂട്ടിലൈസ് ചെയ്യുക. ഈ PJWait എന്ന കോഡ് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ആവറേജ് അല്ലെങ്കിൽ ശരാശരിയെക്കുറിച്ചാണ്. ശരാശരിയുടെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. വിവിധ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട്. ഉസാഗി ഇത്ര ചോദ്യങ്ങളെ ഇനി വരാനുള്ളൂ. ഇത്ര ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. മെയിനായിട്ട് തന്നെ ചോദിക്കാൻ എനിക്ക് സാധ്യതയുള്ളത് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ LCM HCF കാണാനാണ്. മനസ്സിലായെന്ന് വരുന്നു. നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ ഓടിച്ചു നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഭിന്നസംഖ്യകളുടെ ഉസാഗയും രസാഗും HCF LCF കാണുന്നതാണ്. അതിന് LCM കാണാനാണെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ ചെയ്യുക. ഉദാഹരണം നമ്മൾ ചെയ്തു. ഇനി HCF ആണ് കാണുമെങ്കിൽ HCF ന്യൂമറേറ്ററിലുള്ള നമ്പറുകളുടെ HCF കാണുക, ഡിനോമിനേറ്ററിലുള്ള നമ്പറുകളുടെ LCM കാണുക. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്തത്. പ്രോബ്ലംസ് വിവിധ തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട്. എല്ലാം ഒരു വട്ടം കൂടി ചെയ്ത് നോക്കുക. ഇതെല്ലാം പ്രീവിയസ് പ്രോബ്ലംസ് ആണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.